ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇതൊരു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ മാക്സിമം 2 വെജിറ്റബിൾ ഉണ്ടെങ്കിൽ ഈ കറി റെഡി. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ രാവിലത്തെ പണി 10 മിനിറ്റ് കൊണ്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതിനായിട്ടൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് മത്തൻ തോലോട് കൂടിയ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് കുമ്പളങ്ങയും കൂടി. ഇതിലിപ്പം കുമ്പളങ്ങ നിർബന്ധമൊന്നുമില്ല, മത്തൻ മാത്രമാണെങ്കിൽ കുറച്ചും കൂടി മത്തൻ ഇട്ടാൽ മതി. അത് മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഇനി ഇതുകൂടാതെ പച്ചമുളകും കൂടി ചേർക്കും, അതുകൊണ്ട് തന്നെ ഒരുപാട് ഇടണ്ട. ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ ഒരു വിസിൽ വരുത്താം. 1-2 വിസിൽ മാത്രം മതി. വെജിറ്റബിൾ ഫുള്ളായി വെന്തുടയണമെന്നൊന്നുമില്ല, അത് വളരെ പെട്ടെന്ന് തന്നെ ആവും. ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം നമുക്ക് മിക്സിയിലേക്ക്, ജാറിലേക്ക്. പിന്നെ എരിവിനായിട്ടൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമുളക് എരിവ് കൂടുതലാണെങ്കിൽ 2 മതി, അല്ല കുറവാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം. അപ്പോൾ മുറിച്ചിട്ടിട്ടാൽ പെട്ടെന്ന് തന്നെ അരയ്ക്കാൻ പറ്റുമല്ലോ. ഇനി ഒരു 1/4 ടീസ്പൂണോളം കടുക്, ഒരു 1/2 ടീസ്പൂണിൽ താഴെ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് ഒരുപാട് അരഞ്ഞിട്ട് ഫുള്ള് ഇത് പോകേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അത് പറഞ്ഞിട്ട് അവിയലിൻ്റെ മാതിരിയല്ല, കുറച്ചൊരു തരിപ്പോട് കൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ കുക്കറും റെഡിയാണ്. അപ്പോൾ ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിളൊക്കെ വെന്തു. ഇതല്ലാതെ വെറുതെ വെച്ചിട്ട് വേവിക്കണമെങ്കിലും വിരോധമൊന്നുമില്ല, കുക്കറിലിടണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇതത് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് പുളിയുള്ള മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ തൈരായിരുന്നു, തൈരിനെ മിക്സിയിലിട്ടിട്ട് അടിച്ചതായിരുന്നു. കുറച്ച് പുളിയുള്ള തൈര് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതായാൽ മതി. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങയുടെ അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഒരു പത വരുന്നു എന്ന് തോന്നുമ്പോൾ ഓഫ് ചെയ്യുക. കാരണം നമ്മളിത് കടുകിട്ട് അരച്ചതുകൊണ്ട് തന്നെ ഇത് വേവേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇതാ റെഡി. ഇനി ഇതിലേക്കൊന്ന് വറുത്തെടുക്കുകയും കൂടി വേണം. അപ്പോൾ അതാ തീയൊക്കെ കെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാത്രമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം നെയ്യും പിന്നെ ഒരു 1 ടീസ്പൂണോളം നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/8 ടീസ്പൂണോളം കുറച്ച് ഉലുവയും 2 ചുവന്ന മുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് നമ്മുടെ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെയും കൂടി കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ കറി റെഡി. നല്ലൊരു ഫ്ലേവറും മണമാണ് കേട്ടോ. ആ ഉലുവയുടെയൊക്കെ ഫ്ലേവർ നല്ലോണം നമുക്ക് ഫീൽ ചെയ്യും. ഒരു അടിപൊളിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. ബൈ.